റോഡിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയ കേസിൽ CPM ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കി പോലീസ്. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു അടക്കം കമ്മിറ്റിയിലെ 21 പേരെയും പ്രതി ചേർത്തിരിക്കുന്നു. മൈക്ക് അടക്കമുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും പോലീസ് നടപടി തുടങ്ങി. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPM നേതാക്കളെ പ്രതി ചേർത്തത്. പ്രതികൾക്ക് വഞ്ചൂർ പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സുനുഷ അയ്യല്ലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനുഷ, വെരി ഗുഡ് മോർണിംഗ്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇന്നലെ CPMനെ ഏറ്റെടുക്കേണ്ടി വന്നത്. കോടതി ഉത്തരവുകളെല്ലാം ഫ്രീസറിൽ വെച്ചിരിക്കുകയാണോ എന്ന് പോലും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. ഇതിനുശേഷമാണ് ഇപ്പോൾ CA വിളിച്ചു വരുത്തി നടക്കുമ്പോൾ നടപടികളിലേക്ക് കടക്കുമ്പോഴാണോ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരിക്കുന്നതും ആ കേസിൽ CPMന്റെ ഏരിയ സെക്രട്ടറി അടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നതും? സുനുഷ അയ്യല്ലൂർ. അരുൺ, അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ സ്റ്റേജ് കെട്ടി ഇത്തരത്തിൽ വഴിമുടക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരുന്നു. പക്ഷേ അത് ഈ കണ്ടാൽ അറിയാവുന്ന 500-ലധികം പേർക്കെതിരെയാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ CPM പ്രവർത്തകരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള പോലീസിന്റെ നീക്കം എന്നുള്ളതാണ്. പ്രധാനമായും 31 പ്രതികളാണ് ഇതിലുള്ളത്. അതിൽ ഒന്നാം പ്രതിയായി വരുന്നത് പാളയം ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വഞ്ചൂർ ബാബുവാണ്. ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 21 പേരും ഈ പ്രതിപട്ടികയിലുണ്ട് എന്നതാണ്. മൈക്ക് ഓപ്പറേറ്റർമാർ, പന്തൽ കെട്ടാൻ വന്നവരടക്കമുള്ളവർ ഈ പ്രതിപട്ടികയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ 31 പേരാണ് നിലവിൽ പ്രതിപട്ടികയിലുള്ളത്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ മൈക്ക്, ഒപ്പം തന്നെ ഇതിനായി ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെ തന്നെയും പോലീസ് കണ്ടെടുക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. മൈക്ക് അടക്കമുള്ളവ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ പ്രതികൾക്കെല്ലാം തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രതിപട്ടികയിലുള്ള എല്ലാവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതി അറിയിച്ചിരുന്നത് ഈ പോലീസിനോട് ഈ വിവരങ്ങൾ അവിടെ അറിയിക്കാനായിരുന്നു. അത്തരത്തിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ കറണ്ട് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ്, ഏതൊക്കെ വാഹനങ്ങൾ അവിടെ എത്തി, അങ്ങനെയുള്ള പല കാര്യങ്ങളും വിശദമായി തന്നെ വ്യക്തമാക്കാനായി പോലീസിനോട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ നിലവിൽ ഇന്ന് CPM പ്രവർത്തകരെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എല്ലാ വിവരങ്ങൾ കൂടി ഈ കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടി കൂടുതൽ പ്രതികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നത് കൂടിയാണ് ഇനി അറിയേണ്ടത്. അരുൺ, സുനിഷ, ഇതിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം CPMന്റെ ഏരിയ വഞ്ചൂർ ഏരിയ സെക്രട്ടറി പറഞ്ഞിരുന്നത് വഴി അടച്ചല്ല, അനുമതിയൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു അനുമതിയും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാവുന്നു, അല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെയായിരുന്നു ആ പ്രതികരണം എടുക്കുന്നതും. ആ പ്രതികരണത്തിലാണ് പോലീസിൻ്റെ അനുമതിയുണ്ട്, അത്തരത്തിൽ അനുമതി ഇല്ലാതെയല്ല ഈ സ്റ്റേജ് കെട്ടിയിട്ടുള്ള സമ്മേളനം എന്നതടക്കമുള്ള പ്രതികരണം വഞ്ചൂർ ബാബു നൽകുന്നത്. പക്ഷേ അത് പാടെ തെറ്റിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ നടപടി. അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ഏതായാലും ഈ കേസ് എടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നത് വ്യക്തമാണ്. ഏതായാലും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു അനുമതി ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ CPM ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ പ്രതികരണം നമ്മൾ ഇന്ന് രാവിലെ എടുത്തപ്പോഴും പറഞ്ഞിരുന്നത് അങ്ങനെയൊരു കാര്യം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത്തരം ഈ സ്റ്റേജ് കെട്ടിക്കൊണ്ട് വഴിമുടക്കിക്കൊണ്ടുള്ള ഈ സ്റ്റേജ് കെട്ടൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി എന്നുള്ളതാണ് V. ജോയി അടക്കമുള്ളവർ ഇന്ന് പ്രതികരിക്കുകയും ചെയ്തത്. ഏതായാലും അത് ശരിയല്ല എന്ന് തോന്നുന്നു എന്നത് തന്നെയാണ്. അരുൺ, ഓക്കെ, താങ്ക് യു സുനിഷ അയ്യല്ലൂർ.